അപ്പോൾ വണ്ടി നമ്മുടെ 13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. MPFI 4 ഗിയറാണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ AC വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓണറാണ് വണ്ടി വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഏകദേശം ഓടിയിരിക്കുന്നത് 43,000 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ നമ്മളൊന്ന് ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ഇവിടെ ഹീറ്റിൻ്റെ ഇൻഡിക്കേഷൻ, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് നമ്മളെ ഫാൻ്റെ AC-യുടെ ഫാൻ്റെത്, അതുപോലെ തന്നെ ഇവിടെ AC-യുടെ 2 നോബ് വരുന്നുണ്ട്, ഹോട്ടും കൂളും. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ മോഡ് സെറ്റിങ്സ്, ഇവിടെ സ്റ്റോറേജ്, ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ സ്റ്റോറേജ്, മുകളിൽ സ്റ്റോറേജ്, സൈഡിലൊരു സ്റ്റോറേജ്. നമ്മളിവിടെ കാസ്റ്റീരിയോ, പഴയ മോഡൽ കാസ്റ്റീരിയോ ആണ്, അത് ബ്ലൂടൂത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ USB-യുടെ ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടൈം പീസ് മോഡലൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെ AC-യുടെ വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ്, ഇവിടെ നമ്മളെ ലൈറ്റിൻ്റെയൊക്കെ സെറ്റപ്പ് കാര്യങ്ങൾ, അത്രയാണ് ഫ്രണ്ട് വശത്ത് വരിക. പിന്നെ ഇവിടെ ചെറിയൊരു ലൈറ്റ്, അത്രയാണ് കാര്യങ്ങൾ ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഡിക്കി അത്യാവശ്യം സ്പേസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കുക. ഇവിടെ മാറ്റിൻ്റെ അകത്താണ് നമ്മളെ ടയർ, അതുപോലെ തന്നെ ജാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ചെറിയ ബോക്സ് 2 സൈഡിലായിട്ട് 2 ബോക്സസ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഓവർ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സസ്പെൻഷൻ കമ്പനി വരുന്നത് കുറച്ച് ബേസുമായിട്ട് ചെറിയൊരു ഇതുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഓവർ വെയിറ്റുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഡിക്കിയിൽ കുറേ സാധനങ്ങളൊക്കെ കയറുമ്പോൾ ഇത് ചിലപ്പോൾ ഇവിടെ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോർമൽ യൂസിന് കുഴപ്പമൊന്നുമില്ല. വലിയ ഗട്ടറും അങ്ങനെ വലിയ ഹമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇതെല്ലാം മുട്ടുക. ഒന്നിക്ക് അടിവശം മുട്ടും, അല്ലെങ്കിൽ ഫ്രണ്ട് നമ്മളെ ഇവിടെ വരുന്നുണ്ട്, ഗാർഡ് വരുന്നുണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ മുട്ടും. അപ്പോൾ ഫുള്ള് സീറ്റ് മൊത്തം ബാക്കിലോട്ട് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ചെറിയ രീതിയിൽ ചെറിയൊരു കംഫർട്ട് ഇല്ലായ്മ, നല്ല 6 അടി ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെറിയൊരു പ്രശ്നം വരും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബാക്കോട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റും വലിയ 6 അടി ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബാക്കോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിലും ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതി. പിന്നെ റൈഡിങ് കംഫോർട്ടും ഇതൊക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇത് സ്റ്റോക്ക് കണ്ടീഷനാണ്, വേറെ കൂടുതൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഫുള്ള് സീറ്റ് ബാക്കോട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു 6 അടിയിലൊരു വ്യക്തിയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കുറച്ചും കൂടി മുമ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കുക. ഇത് ഞാൻ നല്ലോണം ബാക്കോട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കാലുകൾ ടച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ എൻജിൻ റൂമാണിത്, റേഡിയേറ്ററാണ് ഇത് വരുന്നത്. കൂളൻ്റ് നമുക്ക് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഓവർഫ്ലോ ടാങ്കാണ്. പിന്നെ MPFIയുടെ സെറ്റപ്പ് ഈ ഒരു രീതിയിൽ വരിക. ഇവിടെ കാർബറേറ്റർ വരുന്നുണ്ട്, ഇവിടെ നമ്മളെ വൈപ്പറിൻ്റെ വെള്ളത്തിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. റേഡിയേറ്റർ വെള്ളം കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഓയിൽ നോക്കുന്ന ലിവർ ഇവിടെയാണ്. ഇതുപോലെ പൊക്കിയിട്ട് നമുക്ക് ഓയിൽ ചെക്ക് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിൽ നോക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പം വണ്ടി ഇപ്പോൾ ഓടി വന്നതേ ഉള്ളൂ. നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി എവിടെയെങ്കിലും ഒരു ഏകദേശം 1-2 മണിക്കൂർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോർഷനിൽ വെച്ചിട്ട് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ നോർമൽ ഹെഡ്ലൈറ്റാണ് വരുന്നത് 2. സ്റ്റോക്കായിട്ടുള്ള തന്നെ അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ബമ്പർ വരുന്നത് ഫൈബറിൻ്റെ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ബാക്ക് ബമ്പറും ഫൈബറിൻ്റെ മെറ്റീരിയലാണ്. അത് നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് ഫുള്ളും ഒറ്റൊരു കളർ തന്നെ നമുക്ക് ഉണ്ടാക്കി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മെയിനായിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്, നിങ്ങൾ ഈ കാണുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. ചെറുതായിട്ട് വലിയ ഒരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം.
അപ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ എത്തുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നന്നായിട്ട് ടച്ച് ചെയ്യാനുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാൾ പോകുന്ന കുഴപ്പമില്ല, ബാക്കിൽ രണ്ടാളും കൂടി വരുന്ന സമയത്ത് കുറച്ചും കൂടി വണ്ടി താഴും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെയിനായിട്ട് തുരുമ്പ്, അടിവശത്ത് തുരുമ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ വണ്ടിയൊക്കെ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ആ ഒരു പോർഷനിൽ അടിവശത്ത്, പിന്നെ ഫ്ലോറിൻ്റെ കാര്യം, ഫ്ലോറിൽ നമ്മളിപ്പോൾ ഓൾറെഡി വിനൽ മാറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ വീട്ടിൽ ചെയ്തതാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളിൽ നമ്മൾ ആൻറ്റി കൊറോഷൻ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മാസമായി. കുഴപ്പമൊന്നുമില്ല, നല്ല ഫാമിലി യൂസിനുള്ള വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് വണ്ടിയുടെ AC. ഇപ്പം ഈ ഒരു 13-14 മോഡലാണ് ഇതിപ്പോൾ ലാസ്റ്റ് മാനുഫാക്ചർ നിർത്തിയത്. ഏകദേശം 13 ഇയറിലാണ്, 2013 ഇയറിലാണ് മാനുഫാക്ചർ നിർത്തിയത്. അപ്പോൾ മെയിനായിട്ടുള്ളത് ഇതിൻ്റെ AC ആണ്. അപ്പം AC ഇല്ലാതെ വണ്ടി നമുക്ക് ഓടിക്കാതെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് കുറച്ച് പണിയാണ്. അപ്പോൾ ഒന്നുകിൽ ഫാൻ ഫിറ്റ് ചെയ്യുക, അതല്ലാണ്ടെങ്കിൽ AC നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇല്ലാത്ത വണ്ടിക്ക് AC കയറ്റുന്ന സമയത്ത് നല്ല ഏകദേശം 10-20,000 രൂപയുടെ മുകളിൽ അഡീഷണൽ ചാർജ് വരും. അപ്പോൾ AC ഉള്ളത് വർക്കിംഗ് കണ്ടീഷനൊക്കെ ആണെന്ന് നോക്കുക, ഗ്യാസ് കാര്യങ്ങളൊക്കെ. പിന്നെ ACയുടെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഫ്രണ്ട് വശത്ത് നിന്ന് നന്നായിട്ട് ചൂടിങ്ങോട്ട് അടിക്കും. നമ്മളിപ്പോൾ സൈഡിലൊക്കെ കൂളിങ് 50% ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഇവിടെ കൂളിങ് 50% നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള കൂളിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറയും. അതുപോലെ തന്നെ ഇപ്പോൾ AC നോർമൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പകലുള്ള സമയത്ത് നട്ടുച്ചയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാൻ്റെ സ്പീഡ് ഫുള്ളായിട്ട് അപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രം നമുക്കുള്ള ഒരു എഫക്റ്റ് കിട്ടും. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് റൈഡും അല്ലെങ്കിൽ മോർണിംഗ് ഒരു 10-11 മണി വരെയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോർമൽ AC ഇപ്പം ഫസ്റ്റ് സ്പീഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് തന്നെയാണ്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മൈലേജ് എനിക്ക് കിട്ടുന്ന ഏകദേശം 20-ൻ്റെ ഉള്ളിലാണ്, 18 ആ ഒരു റേഞ്ചിലൊക്കെയാണ് മൈലേജ് കിട്ടുന്നത്.